നമുക്ക് ഈ നിമിഷം പ്രപഞ്ചം തരുന്ന സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യമായി തന്നെ വന്നിരിക്കുന്ന കാർഡ് ട്രാൻസ്ഫർമേഷൻ എന്നുള്ളതാണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇത്. ജീവിതത്തിൽ ഓരോ ഘട്ടം കഴിയുന്തോറും നമ്മളുടെ ആത്മാവ് കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ പ്രകൃതിയിലാണെന്ന് നോക്കിയാൽ കാണാം. പൂമ്പാറ്റയുടെ ഉദാഹരണം എടുക്കാം. ഓരോ ഘട്ടം കഴിയുന്തോറും ഒരു ചേഞ്ച്, പുഴുവാവുന്നു, പ്യൂപ്പിയാവുന്നു, പൂമ്പാറ്റയാവുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിങ്ങളൊരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് കറേജ് ആണ്. കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. ഒരു ചെടിയെ നമുക്കിതിൽ കാണാം. വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ വളർന്നു വന്നിട്ട് ഉള്ളൊരു ചെടിയാണ്. പക്ഷേ അത് ആ സാഹചര്യത്തെ അതിജീവിച്ച് പുഷ്പിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത്. ഇതേപോലെ പല വിഷമകരമായ ഘട്ടങ്ങളിൽ കൂടി കടന്ന് വളരെ നല്ല ഒരു എൻഡ് റിസൾട്ടിലോട്ട് എത്താൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കത്തിലാണ് നിങ്ങൾ. അതനുസരിച്ച് അതിനുള്ള ധൈര്യം, അതിനുള്ള ആർജവം കൈവരിക്കുക എന്നാണ് യൂണിവേഴ്സിൻ്റെ സന്ദേശം. വളരെയധികം ഹൃദയവേദന ഉള്ളൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന കുറച്ച് പേരുടെ എനർജി ലഭിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരിക്കാം. ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള വേദന നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സ്പിരിച്വൽ ജേണിയിലാണെന്നുണ്ടെങ്കിൽ ഈ വേദന നമ്മളെ കൂടുതൽ യൂണിവേഴ്സിലോട്ട് അല്ലെങ്കിൽ ഈശ്വരനിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തരുന്നൊരു പരീക്ഷണമാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിക്കും. അതാണ് മുന്നിൽ വന്ന ആ ഒരു സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത്. ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളൊരു പ്രോത്സാഹനമാണ് പറയുന്നത്. പേഷ്യൻസ് എന്നുള്ള കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതിനുള്ള ഒരു ഉപദേശമാണ് ലഭിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരു ഓൾറെഡി പറഞ്ഞൊരു ട്രാൻസ്ഫർമേഷനാണ്. ശരിക്കും ചന്ദ്രൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സ്റ്റേജാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട്, ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ അല്പ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ള സന്ദേശമാണ്. വി ആർ ദ വേൾഡ്. ജീവിതത്തിൽ ഒരു നല്ല രീതിയിൽ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് ഫാമിലി ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. കുടുംബപരമായ റിലേഷൻഷിപ്പിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടെങ്കിൽ ഇതും എല്ലാം മാറി നിങ്ങൾക്ക് ഒരു സമാധാനപൂർണ്ണമായ ഒരു സുസ്ഥിരമായൊരു സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും എന്നാണ് പറയുന്നത്.